ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. അമരമ്പലത്ത് 400-ലധികം ക്ഷേമ പെൻഷൻ മുടങ്ങാൻ ഇടയാക്കിയതിന് ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ നടപടിയും ഉത്തരവാദിത്തപ്പെട്ട ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 401 ആളുകളുടെ പെൻഷൻ നഷ്ടപ്പെട്ട വിവരം അറിയാനിടയായിരിക്കുന്നത് നിലവിൽ ഇവിടുത്തെ അമരമ്പലം പഞ്ചായത്തിലെ CPM-ഉം ഭരണസമിതിയും അത് ഉദ്യോഗസ്ഥരുടെ കഴിവുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തടിവിരാൻ നിൽക്കുന്നത്. കൃത്യമായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇതിൽ ഉത്തരവാദികളാണ്. അവർ ഹോണറേറിയം വാങ്ങിയും സിറ്റിംഗ് ഫീസ് വാങ്ങിയും സുഖിച്ചു നടക്കുക എന്നല്ലാതെ ഇത്തരം ആളുകളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാതെ എന്ത് കാര്യമാണ് അവർ പഞ്ചായത്ത് ഓഫീസുകളിൽ ചെയ്തു കൂട്ടുന്നത് എന്നാണ് യൂത്ത് ലീഗ് ഈ സമയത്ത് ആവശ്യപ്പെടുന്നത്. കൃത്യമായി ഇതിനൊരു ഉത്തരം ലഭിക്കുന്നതുവരെ യൂത്ത് ലീഗിൽ ശക്തമായ സമരരംഗത്തുണ്ടാവും. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ഉപരോധ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ നടപടികളിലേക്കും യൂത്ത് ലീഗ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭരണസമിതി തനത് ഫണ്ടിൽ നിന്നും 400-ൽ പരം വരുന്ന ഗുണഭോക്താക്കൾക്ക് താൽക്കാലികാശ്വാസമായി ഒരു തുക നൽകണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ നേരിൽ കണ്ട് നിവേദനം നൽകി ചർച്ച നടത്തുകയും തീരുമാനമായില്ലെങ്കിൽ ഓഫീസ് ഉപരോധവും നടത്തുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ M. ബിഷർ, ഇല്ലിക്കൽ സഫ്വാൻ, AK ഉമറലി, ഷഫീഖ് തട്ടിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.